help me the open vs ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഓപ്പൺ വീസ് എന്താണെന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കുക. ഓക്കെ, ഇവിടെ കൊടുത്ത് കറക്റ്റ് ആൻസർ വരും. സോ നെക്സ്റ്റ് GVM ഫ്രെയിംവർക്ക്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ GSA മനസ്സിലാക്കണം. ഗ്രീൻ ബോൺ സസ്റ്റൈനബിൾ അലയൻസ് എന്ന് പറയുന്നതാണ് ഇത്. ഇതിൻ്റെ GVM ഉണ്ട്. എന്താ GVM എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോൺ വൾനറബിലിറ്റി മാനേജ്മെന്റ് എന്നാണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ GSA എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ഗ്രീൻ ബോൺ സെക്യൂരിറ്റി അസിസ്റ്റന്റ്. ഓക്കെ, GSA എന്ന് പറഞ്ഞാൽ വെബ് ഇന്റർഫേസ്. എന്താ GSA എന്ന് പറഞ്ഞാൽ വെബ് ഇന്റർഫേസ് ആണ്. അപ്പൊ GSA എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോൺ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ എന്താ ബ്രൗസറിൽ കാണുന്ന ഇന്റർഫേസ്. ഇതിൽ നമുക്ക് ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്യാം, സ്കാൻ ചെയ്യാം, എന്താ സ്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, സ്കാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, റിസൾട്ട് കാണാൻ പറ്റും, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ GVM-നെ കൺട്രോൾ ചെയ്യുന്ന ഡാഷ്ബോർഡ് എന്താ GSA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിട്ട് വേറെ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് GVMT. അത് ഗ്രീൻ ബോൺ വൾനറബിലിറ്റി മാനേജർ എന്ന് പറയും. ഇതാണ് മാനേജ്മെന്റ് കമ്പോണന്റ്. ഇത് നമുക്ക് ടാർഗറ്റ് മാനേജ് ചെയ്യുന്നു, സ്കാൻ ടാസ്ക് മാനേജ് ചെയ്യുന്നു, സ്കാൻ കോൺഫിഗറേഷൻസ് മാനേജ് ചെയ്യുന്നു, റിസൾട്ട് സ്റ്റോർ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നു, റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നു. സ്കാനറിനോട് കമ്മ്യൂണിക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ GSA നമ്മൾ എന്താ ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണെങ്കിൽ GVMT എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ എന്താ GVMT പിന്നിൽ ആ മുഴുവൻ വൾനറബിലിറ്റി മാനേജ്മെന്റ് പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്ന കമ്പോണന്റ് ആണ്. ഇനി ഓപ്പൺ VS സ്കാനർ. ഇതാണ് ആക്ച്വലി വൾനറബിലിറ്റി സ്കാനിങ് നടത്തുന്നത്. ഇതിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓപ്പൺ VS സ്കാനർ യൂസ് ചെയ്യുന്നു, വൾനറബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫൈൻഡിങ്സ് എടുക്കുന്നു. എന്താ സ്കാനറിന് ടാർഗറ്റിനെ പരിശോധിച്ചിട്ട് വൾനറബിലിറ്റി കണ്ടെത്താൻ സാധിക്കുന്നു. ഓക്കെ, പിന്നെ വൾനറബിലിറ്റി ടെസ്റ്റ് ഫീഡ്. അതെന്ന് പറഞ്ഞാൽ സ്കാനർ എന്തൊക്കെ വൾനറബിലിറ്റി ചെക്ക് ചെയ്യണം എന്ന ഇൻഫോർമേഷൻ വൾനറബിലിറ്റി ഫീഡ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡെഫിനിഷനിൽ നിന്നിട്ടാണ് എന്താ അത് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫീഡ് അപ്ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രൈ ഹാക്കിംഗ് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് കുറേ ഉണ്ട്, അതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഈ ഗ്രീൻ ബോൺ സസ്റ്റൈനബിൾ റെസിലിയൻസ്, ഗ്രീൻ ബോൺ വൾനറബിലിറ്റി മാനേജ്മെന്റ്, GVM ആർക്കിടെക്ചർ, GVM ഫ്രെയിംവർക്കിന്റെ ആർക്കിടെക്ചർ ആണ് എന്ന് പറഞ്ഞത്. ഇത് വൾനറബിലിറ്റി ഇൻഫോർമേഷൻ ഫീഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. GVM-ന് ഒരു ടാർഗറ്റിൽ എന്തൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ചെക്ക് ചെയ്യണമെന്ന് അറിയണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വൾനറബിലിറ്റി ഇൻഫോർമേഷനും വൾനറബിലിറ്റി ടെസ്റ്റും വരുന്നത് ഈ വൾനറബിലിറ്റി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സെക്ഷനിലാണ്. ഇൻഫോർമേഷൻ ഫീഡ് സെക്ഷനിലാണ് ഇതിനകത്താണ് ഇത് കിട്ടുന്നത്. ഇപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കമ്പോണൻസ് NVT, SCAP, NVTS, SCAP, യൂസർ ഡേറ്റ, കമ്മ്യൂണിറ്റി ഫീഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്താ സോഴ്സ് പ്രധാനമായിട്ടും പറയുന്ന കമ്പോണൻസ്. ഇനി NVT എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വൾനറബിലിറ്റി ടെസ്റ്റ് എന്നാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വൾനറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ടാർഗറ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആണ് NVT എന്ന് പറഞ്ഞത്. അപ്പം എക്സാമ്പിൾ, ടാർഗറ്റ് NVT യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് സെക്യൂരിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതിന്റെ ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ NVT-കളാണ് വൾനറബിലിറ്റി ടെസ്റ്റിങ്ങിന്റെ പ്രധാന ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ,
ജസീമിന് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. പിന്നെ SCAP. SCAP എന്ന് പറഞ്ഞാൽ SCAP എന്ന് പറയുന്നത് എന്താ? സെക്യൂരിറ്റി കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വൾണറബിലിറ്റി ഇൻഫോർമേഷൻ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. ഓക്കെ. സെക്യൂരിറ്റി കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്താ വൾണറബിലിറ്റി ഇൻഫോർമേഷൻ. ഓക്കെ. വൾണറബിലിറ്റി ഇൻഫോർമേഷൻ സ്റ്റാൻഡർഡൈസേഷൻ ആണ് എന്ന് പറയുന്നതിന്റെ അതിന്റെ എന്താ ഉപയോഗിക്കുന്ന ഫ്രെയിംവർക്കാണ് SCAP എന്ന് പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് SCAP വൾണറബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ഇൻഫോർമേഷൻ എന്താ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ സഹായിക്കുന്ന സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ കമ്മ്യൂണിറ്റി ഫീഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോൺ കമ്മ്യൂണിറ്റി ഫീഡാണ്. ഓക്കെ. വൾണറബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നൽകുന്ന പ്രധാന സോഴ്സായി എന്താ ഈ ആർക്കിടെക്ചറിനെ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കമ്മ്യൂണിറ്റി ഫീൽഡിന്റെ അകത്ത് നമുക്ക് വൾണറബിലിറ്റി ഇൻഫോർമേഷൻ, NVT, സെക്യൂരിറ്റി ടെസ്റ്റ്, സ്കാനർ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ യൂസർ ഡാറ്റ. അപ്പം സോഴ്സിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഗ്രീൻ ബോൺ, NVTs, സ്കാപ്പ്, സർട്ട്, ഈ ഇൻഫോർമേഷൻസിന് പുറമെ യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ അവിടെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ എന്താ GVMൽ പ്രീഡിഫൈൻഡ് വൾണറബിലിറ്റി ഇൻഫോർമേഷൻ മാത്രമല്ല, ആവശ്യാനുസരണം എന്താ യൂസർ പ്രൊവൈഡ് ഡേറ്റയും ആർക്കിടെക്ചറിന്റെ ഇൻഫോർമേഷനും എന്താ ഇത് ഉപയോഗിക്കും. ഇത് എന്താ ഇതിന്റെ സൈഡിൽ ഉണ്ടാവും. ഓക്കെ. ഇതിന്റെ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു വർക്കിംഗ് ഒരു ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രീൻ ബോൺ കമ്മ്യൂണിറ്റി ഫീഡ്, NVT, സ്കാപ്പ്, അതിന് ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ ഇതിന്റെ ഒരു വർക്ക് എന്താ അതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇത് രണ്ടാമത്തെ നമുക്ക് ബാക്ക് എൻഡ് ആണ് ഇതിന്റെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് ആണ് നമുക്ക് OSP, OpenVAS, അതുപോലെ തന്നെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞവിടെ കാണാൻ പറ്റും. ഇവിടെ ടാർഗറ്റ് സിസ്റ്റംസ്. ഇതാണ് ഇതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എന്താ ഇനി ആക്ച്വൽ സ്കാനിങ് നടക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ പറയുന്നത്. ഇതാണ് VMന്റെ ബാക്ക് എൻഡ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ. ഇതിന്റെ സോഴ്സിന്റെ പ്രകാരം ബാക്ക് എൻഡിൽ പറയുന്ന വെച്ചാൽ OSP സ്കാനർ, OpenVAS സ്കാനർ, ടാർഗറ്റ് സിസ്റ്റംസ് നമുക്ക് എന്താ കുറച്ച് കൂടെ എന്താ ഇവിടെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഉണ്ട് അതിന്. ഇതാണ് എന്താ അതിന്റെ ഉൾപ്പെടുന്നത്. അപ്പൊ OpenVAS എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൾണറബിലിറ്റി സ്കാനിങ് നടത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന സർവീസാണ് OpenVAS. അപ്പൊ അതിന്റെ ഒരു എന്താ ഒരു ടാർഗറ്റ് സിസ്റ്റം പരിശോധിച്ച് വൾണറബിലിറ്റി കണ്ടെത്തുന്ന സ്കാനിങ് കമ്പോണന്റ് ആയ എന്താ OpenVASനെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ഇതിപ്പോ പിന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക്, അതാണ് എന്താ നമ്മൾ ടാർഗറ്റ്. ഓക്കെ. ഇപ്പം നമ്മൾ എന്താ ട്രൈഹാക്മി ലാബിൽ കിട്ടുന്ന ടാർഗറ്റ് ടൈപ്പ് ഇവിടെ എന്താ അത് കോൺഫിഗർ ചെയ്യാം. ഓക്കെ. OSP. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് OSP എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്കാനർ പ്രോട്ടോകോൾ എന്നാണ്. ഇത് എന്താ GVM ഫ്രെയിംവർക്കിൽ സ്കാനറിനും മാനേജ്മെന്റ് കമ്പോണൻസിനും ഇടയിൽ സ്കാനർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് OSP. ഓക്കെ. ഇതത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി GVM അല്ല, ഗ്രീൻ ബോൺ വൾണറബിലിറ്റി മാനേജർ. ഇതാണ് എന്താ ആർക്കിടെക്ചറിന്റെ മിഡിൽ ലെയർ എന്ന് പറഞ്ഞത്. ഇവിടെ കാണാൻ പറ്റും GVM ഗ്രീൻ ബോൺ വൾണറബിലിറ്റി മാനേജർ. ഓക്കെ. ഗ്രീൻ ബോൺ വൾണറബിലിറ്റി മാനേജർ സ്കാനറിനും ഫ്രണ്ട് എൻഡ് യൂസർ ഇന്റർഫേസിനും ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പം യൂസറിന് നേരിട്ട് സ്കാനറിനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം മാനേജ്മെന്റ് ലെയർ ആയ GVM ആണ് എന്താ സ്കാനിങ് ടാസ്ക്, ടാർഗറ്റ്, റിസൾട്ട് തുടങ്ങിയതിനെയൊക്കെ എന്താ കോർഡിനേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് എൻഡ് ആണ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ GSA, ഗ്രീൻ ബോൺ സെക്യൂരിറ്റി അസിസ്റ്റന്റ്. ഓക്കെ. ഇത് നമ്മൾ ബ്രൗസറിൽ OpenVAS അല്ലെങ്കിൽ GVM തുറക്കുന്ന സമയത്ത് കാണുന്ന ഒരു വെബ് ഇന്റർഫേസ് ആണ് എന്താ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഇന്റർഫേസിന്റെ ഭാഗമാണ് എന്താ ഗ്രീൻ ബോൺ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ GSA. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക്
അതിലൂടെ എന്താ അനലിസ്റ്റ് അല്ലെ ഓപ്പറേറ്ററിന് ടാർഗറ്റിനെ മാനേജ് ചെയ്യാൻ, സ്കാൻ ക്രിയേറ്റ് ചെയ്യാൻ, ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ, റിസൾട്ട് കാണാൻ, റിപ്പോർട്ട്സ് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. റിപ്പോർട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഈ എന്താ GVM എന്ന് പറയുന്നതിന്റെ ഒരു ആ ആർക്കിടെക്ചറിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പൺ വേസ് ഇൻസ്റ്റാളേഷൻ ആണ്. ഇത് നമുക്ക് പറയുന്നുണ്ട്, എന്താ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ഫ്രം കാളി ഓപ്പൺ വി എസ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓപ്പൺ ആക്കി നോക്കാം. വെബ്സൈറ്റ് ഫോർ സ്റ്റുഡൻസ്.com. ഓക്കെ, അപ്പോൾ ഓപ്പൺ വി എസ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം കാളി അല്ലെ ഓപ്പൺ വി എസ് റെപ്പോസിറ്ററി, സോഴ്സ് കോഡ്, ഡോക്കർ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇതിൽ നമുക്കിവിടെ ലാബിന്റെ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് പറയുന്നുണ്ട്. ഒന്നിൽ നമുക്ക് കാളി ഓപ്പൺ വി എസ് റെപ്പോസിറ്ററി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഫ്രം സോഴ്സ്, അല്ലെങ്കിൽ എന്താ റൺ ഫ്രം ഡോക്കർ. അതാണ് പ്രിഫേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളിവിടെ എന്താ ഡോക്കർ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ടെർമിനലിലേക്ക് പോകും. നമ്മൾ നേരത്തെ സുഡോ apt അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ളതാണ്, നമ്മൾ വീണ്ടും കൊടുക്കുന്നില്ല. ഇനി നമ്മൾ സുഡോ apt install docker.io -y. സുഡോ പാസ്വേഡ് കൊടുക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് കമാൻഡ് നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, എന്താണ് വേണ്ടത്. ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് ഇത് നേരിട്ട് ഉണ്ടാവും. ഇതിന്റെ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഡോക്കർ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാതെ സ്കിപ്പ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കമാൻഡ് നമുക്ക് പറഞ്ഞേക്കുന്നത്. നമ്മൾ മറ്റേതും കൂടെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ തരുന്നുണ്ട്. ജസീന്ന് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് ഓക്കെ ആണോ? നമുക്ക് കോൺഫിഗറേഷൻ ഡോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എസ് അടിച്ചിട്ടാ നമ്മൾ എസ് അല്ല അടിക്കണം. വായിച്ചു നോക്കുക, എന്നിട്ട് അടിച്ചു. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡോക്കറിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യണം.
ഇപ്പൊ നമുക്ക് command both the Docker container and the container many things the setup can navigate. ഇത് കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാനാണ് പ്രോഗ്രസ് ആയിട്ടുണ്ട് 98%. 2% കൂടെ ആകാനുണ്ട്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡോക്കറിന്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഡോക്കർ വേർഷൻ ഇതിന്റെ വേർഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത എന്താ ഡോക്കർ സുഡോ വെച്ചിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യണം. സ്റ്റാറ്റസ് ഒക്കെ നോക്കണം. മുഹമ്മദ് റയീസ് ഓക്കെ. ഇപ്പം നമ്മൾ സുഡോ സ്റ്റാറ്റസ് ഓക്കെ. പിന്നെ നമ്മളിവിടെ നമ്മൾ നേരത്തെ കണ്ടാകുന്നുണ്ട്. നമ്മൾ ഡോക്കർ റൺ ഈ ഒരു കമാൻഡാണ് നമുക്ക് അടുത്ത് റൺ ചെയ്യാനുള്ളത്. കമാൻഡ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുക. അടിക്കുക. -3 for copy minus next ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഇവിടെ പെർമിഷൻ ഡിനൈഡ് ആണ്. നമുക്ക് ഈസി സൊല്യൂഷൻ ചെയ്യണം. നമ്മളിവിടെ സുഡോ കൊടുക്കാം. ഫസ്റ്റ് സുഡോ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുന്നുണ്ട്.
വെയിറ്റ് ചെയ്യണം നമ്മൾ. ഹലോ റയീസ്, പുതിയ ആളാണോ? കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടില്ലല്ലോ. കേൾക്കുന്നില്ലേ? പറഞ്ഞു. ഹലോ പറഞ്ഞോ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. ആളൊന്നല്ല, പക്ഷെ കേറാൻ ടൈം കിട്ടാറില്ല. ഓക്കെ 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 ഓക്കെ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ക്ലാസ് എടുക്കാനായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. റയീസിന്റെ സ്ഥലം എവിടാ? നമുക്കിതൊന്ന് ജസ്റ്റ് ആയി വരാം, ഡൗൺലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇരുന്നൂറ്റി 245, 889 MB ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇത് കംപ്ലീറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കി ടാസ്ക് എന്താ, കംപ്ലീറ്റ് ആക്കുക. നമ്മൾ ഇതേപോലെ ഗൈഡൻസ് ഓരോന്ന് വായിച്ച് വായിച്ച് ചെയ്താൽ മതി.
ഇത് കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡ്സ് ഇപ്പം 559 MB 253